ഇച്ചായ എന്താ ദേ അവര് വന്നിട്ടുണ്ട്. ജോസൂട്ടി ചായനും റാഫേലും. ഇച്ചായ വഴക്കിനൊന്നും പോണ്ട. അയ്യോ ഞാൻ അടിച്ചോണ്ട് വന്ന് നിങ്ങളുടെ പുന്നാര പെങ്ങളെ പൂർണ്ണ മനസ്സോടെ തിരിച്ചേൽപ്പിക്കുന്നു. എന്റെ മനസ്സ് തുറപ്പിച്ചത് ദാ ഇവളാ. അതെ, കൊച്ചച്ചൻ പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അതാ പറയാതിരുന്നു. അല്ല കൊച്ചച്ചനോടെ കേട്ട ജോസുട്ടി, നമ്മുടെ മാളിയേക്കൽ വീട്ടിലെ അതേ കൈപ്പുണ്യം തന്നെയാ ഇവിടെ തടക്കളയിലും. എല്ലാരും പെട്ടെന്ന് റെഡി ആയിക്കേ. മക്കളെയും കൂട്ടി വേഗം ഒന്ന് ഒരുങ്ങിക്കേ. അമ്മച്ചി അവിടെ ഊണും ഉറക്കമില്ലാതെ കാത്തിരിക്കുവാ. കൊച്ചുമക്കളെ കണ്ടേ ജലപാനമുള്ളൂന്നാ അമ്മച്ചിയുടെ ഭീഷണി. ചെല്ലേ, മക്കളെ കൊണ്ട് ഇവരോടൊപ്പം ചെന്ന് അമ്മച്ച കണ്ടിട്ട് വാ. ഇച്ചായൻ ഞാനും കൂടെ വന്നാ നമ്മുടെ മിണ്ടാ പ്രാണികൾക്ക് ആരാ കൂട്ട്? അല്ല ആങ്ങളമാരെ ആദ്യമായിട്ട് വരുവാ വീട്ടിൽ. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വായോ. ഞാൻ ഇത്തരം പണിയിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ കർത്താവ് പൊറുക്കൂല. ഈ ഫോട്ടോയിൽ കാണുന്നത് രാമൻ നായരേട്ടന്റെ മുത്തച്ഛൻ. ഈ മലയോരത്തെ അധികാരിയായിരുന്നു. പേര് കുഞ്ഞമ്പു നായർ. അംശം അധികാരി എന്ന് വെച്ചാൽ പണ്ട് കളക്ടറുടെ പവറായിരുന്നു. ഇരിക്കണ ഇരിപ്പ് കണ്ടിട്ട് മല കയറി വന്ന ക്രിസ്ത്യാനികൾക്ക് പറമ്പെല്ലാം തീരെടുത്ത് കൊടുത്തിട്ട് ഇപ്പൊരുമാറി ആക്കിയ ചെയ്തി. പക്ഷേ ഈ വീടിന്റെ ഐശ്വര്യം രാമേട്ടന്റെ പ്രിയ പത്നി ഈ വരുന്ന മഹാലക്ഷ്മി അമ്മയാണ്. ഏറ്റെന്ന് തോന്നുന്നു. ഈ വീടിന്റെ നിലവിളക്ക ആ ചിരി കണ്ടില്ലേ? കത്തുന്ന തിരി പോലെ. നിലവിളക്കിലെ കാര്യം പറഞ്ഞതൊക്കെ നേരാ. പക്ഷേ നിലവിളക്കിൽ ഇപ്പൊ മണ്ണെണ്ണ ഒഴിച്ചാ കത്തിക്കുന്നത്. അതുകൊണ്ട് വാടകയും ഭക്ഷണത്തിനുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് തരണം. അത് പ്രശ്നമാക്കണ്ട, എത്രയാന്ന് പറഞ്ഞാ മതി. രണ്ടെണ്ണം ക്രിസ്ത്യാനികളാ. അതാ എനിക്ക് തീരെ പിടിക്കാത്തത്. ഞങ്ങള് നമ്പൂതിരിമാര് മാർഗം കൂടിയ ക്രിസ്ത്യാനികളാ. അതെ, ഇവർക്ക് ആയില്ല പന്നില്ല ഊവോ ഉണ്ണിമായെ എല്ലാം അറിയാം. തോമാസ് നേരിട്ട് വന്ന് മാർക്കം കൂട്ടിയതാവും. ഇതും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കൊറേ എണ്ണം. അത് തന്നെയാ ഉള്ളത് പറയാമല്ലോ. ചുറ്റുവട്ടത്തൊക്കെ പെമ്പിള്ളാരുള്ള വീടുകളുണ്ട്. ഉറക്കത്തിൽ നടക്കുന്ന വല്ല അസുഖം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഏയ്, ഉറക്കത്തിൽ കിടക്കുന്ന അസുഖം മാത്രമേ ഉള്ളൂ. ഏതാ നിന്റെ സെമസ്റ്റർ? നാടേതാണ്? ഒറ്റപ്പാലം. ആലുവ. എന്റെ സെമസ്റ്റർ വടക്കാഞ്ചേരി. ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞാൽ മതി. എല്ലാ മഹാലക്ഷ്മി അമ്മ രുചിയോടെ ഉണ്ടാക്കി തരും. നല്ല നാടൻ ഭക്ഷണമായിരിക്കണം. നാടനാണോന്നോ? ഇവിടുത്തെ നല്ല ജളവള ഒരു മിനിറ്റ്. അതെ, ഈ പച്ചിലും ചാണകമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന വളത്തിന്റെ പേരെന്താ? ജൈവവളം. ആ വളത്തിൽ വിളയിച്ച നല്ല നാടൻ പച്ചക്കറികൾ, നാടൻ മാംസം, കറന്ന പശുവിൻ പാൽ, ഇതൊക്കെ മതിയല്ലോ. അതിന് ഞാൻ ഗ്യാരണ്ടി. സത്യബുക്കാവും. ഏയ്, ഇത് നോട്ട് ബുക്കാന്ന്. എടോ, ഈ തിരുമേനി വെജിറ്റേറിയൻ ആണോന്ന്? വെജിറ്റേറിയൻ ആണോന്നോ? നല്ല പ്യൂർ വെജിറ്റേറിയൻ. ചിക്കൻ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൂവൽ പോലും ബാക്കി വെക്കില്ല. പിന്നെന്താ? അല്ലേ? പിന്നെ ഹോസ്റ്റലിലെ പോലെ തോന്നി മാസങ്ങളൊന്നും പാടില്ല. ഉള്ള സൗകര്യത്തിലൊക്കെ അങ്ങ് കഴിഞ്ഞോളണം. വന്നാട്ടെ. വരൂ തിരുമേനി, എന്തിനാ പഠിക്കണേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അതെവിടെയാ കാണണോ? ഏയ്, ഞാൻ ഒരിക്കൽ കണ്ടതാ. www.com. ഓടേ തമ്പുര സൈക്കിലാ. കുറച്ച് വെള്ളം തരൂ. ഹലോ ഇച്ചായോ? ഇട്ടിച്ചനാ. ചേട്ടത്തി മകളും തറവാട്ടിലോട്ട് പോയെന്നറിഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ സന്തോഷമായി. നേരം എത്ര ആയിട്ടും ഇച്ചായൻ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ലടാ. അവളും മക്കളും ഇല്ലാത്തപ്പോ ഒരുതരം ഒറ്റപ്പെടൽ പോലെ. കേട്ടില്ലേ നീ? ഒച്ച എനക്കും ഇല്ലാത്തപ്പോ നാൽക്കാലികൾക്ക് പോലും ഒരു വല്ലായിക. എന്തോന്ന് ഇച്ചായ ഇത്? ഈയൊരവസരം എനിക്കായിരുന്നെങ്കിൽ പൊണ്ടാട്ടി ഊർക്ക് പോയാച്ചെന്ന് പറഞ്ഞ് സകല കൂട്ടുകാരന്മാരെയും വിളിച്ച് ഞാൻ അടിച്ച് പൊളിച്ചേനെ. ഇന്നലെ വരെ ആഗസ്റ്റ് 14
ഭാര്യ എന്ന് നമ്മളെ വിട്ടു പോകുന്നു അന്ന് നമുക്ക് ഓഗസ്റ്റ് 15 അല്ല ഇവിടെ ഓഗസ്റ്റ് 15-നാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ല ഇവിടെ പറഞ്ഞ അച്ഛയോ വീട് വിട്ട കൃഷിയിടം, കൃഷിയിടം വിട്ട വീട്. എനിക്ക് വിടുന്നടാ കൂട്ടുകാര്. എൻ്റെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ അവളും മക്കളുമാ. ആരോ വരുന്നുണ്ടോന്ന് തോന്നുന്നു. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓ ആ ഇതെന്തു പറ്റി? ഹോ പെട്ടുപോയി എന്റെ ഉതുപ്പേ. ഇമാതിരി മുരഞ്ഞ ടീമിനെയാണല്ലോ താനെന്നെ ഏൽപ്പിച്ചത്. എന്താ ഉണ്ടായേ? ഇതിൽ കൂടുതൽ ഇനി എന്നാ വേണം? ഇരുട്ട് കേറിയപ്പം തുടങ്ങിയതാ. ഇച്ചായൻ അവിടെ എന്നാ എടുക്കുക, വല്ലതും കഴിച്ചതാന്നോ, ഉറങ്ങിക്കാണുവോ, ഒന്നും പറയണ്ട. അമ്മച്ചിയും കണക്കാ, മക്കളും കണക്കാ. ഒട്ടും താമസിച്ചില്ല, അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. എന്താടോ ഇത്? വളരെ കാലം കൂടി അമ്മച്ചെ കാണാൻ പോയിട്ട്. അപ്പച്ചി ഒരു സർപ്രൈസ് ഉണ്ട്. മക്കളെ ഒന്നിങ്ങിറങ്ങിയേ. എന്തൊരു മടി. ഇങ്ങ ഇറങ്ങിയ മക്കളെ. അമ്മച്ചിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവളുടെ വേവലാതി കണ്ടപ്പോ ഞാനാ പറഞ്ഞ നമുക്ക് ഇങ്ങോട്ട് പോരാ. അമ്മച്ചിക്ക് ഒരു ആഗ്രഹം, കുറച്ചു ദിവസം മോളോടൊപ്പം നിക്കണമെന്ന്. വളരെ സന്തോഷം. കയറി വന്നാട്ടെ. എനിക്കിപ്പൊ തന്നെ പോണം. നാളെ തിരുവനന്തപുരത്ത് വെച്ചൊരു മീറ്റിംഗ് ഉള്ളതാ. രാത്രി ഇത്രയും ദൂരം? അതിനല്ലയോ ത്രേസ്യയെ കൊണ്ടുവന്നിരിക്കുന്നത്. ജോസൂട്ടിച്ചായന് മയക്കം വരുമ്പോ പിന്നെ ഞാനാ ഡ്രൈവിംഗ്. അമ്മച്ചിയെ എന്തുണ്ടെങ്കിലും വിളിച്ചേക്കണേ. വൈകിക്കുന്നില്ല, ഞങ്ങള് പോവുക. ചെന്നട്ടെ. ശീലമില്ലാത്തല്ലേ അമ്മച്ചി? പതുക്കെ കേറിയാ മതി. മാളിയേക്കലെ അന്നമ്മക്ക് കുട്ടികളെ പോലെ വാശി പിടിച്ച് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ പോടിയോടുന്നു. ഞാൻ എന്റെ മോളിന്റെ വീട്ടിലേക്ക് വന്നത്. അപ്പച്ചി കേട്ടില്ലേ? അപ്പൊ നമ്മള് പുറത്തായി. പതുക്കെ പതുക്കെ. ഇതിനേക്കാളും എളുപ്പം ശബരിമലയാ. രാമൻ നായരേട്ടോ, രാമൻ നായരേട്ടാ. എന്താണോ വന്നേ. എന്തൊക്കെയാ കണി കാണാൻ കൊണ്ട് വച്ചേക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് നീ ഇത് വിതച്ചു കൊയ്യുന്നത്. ഇങ്ങനെ പോയാ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നിനക്കാ. അല്ല, നമ്മുടെ നായന്മാരുടെ പറമ്പിലൊന്നും നീ കേറിയിട്ടില്ലല്ലോ. നോ നോ, ഒൺലി ക്രിസ്ത്യൻസ്. ഇത് ലില്ലി ചിക്കൻ. ലില്ലി ചിക്കനോ? നമ്മുടെ വർഗീസിന്റെ കെട്ടിയുള്ള ലില്ലിയുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ചിക്കനാ ലില്ലി ചിക്കൻ. നാടൻ രുചി അറിഞ്ഞ് നമ്മുടെ കോളേജ് പിള്ളേരെല്ലാം ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് വരണം. ഞാൻ പിടിച്ചോളാം. അങ്ങനെ വളർന്ന് ഇത് ഒരു വലിയ പ്രസ്ഥാനമായി മാറണം. എന്നിട്ട് നമുക്കതിനൊരു പേരുമിടണം. രാമൻ മെമ്മോറിയൽ ഹോസ്റ്റൽ. മെമ്മോറിയലോ? എന്തായാലും ഇവൻ പറയുന്നേ. ഓ, എന്ത് കുന്തെങ്കിലും ആകട്ടെ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കും മനുഷ്യ. ശരിയാണ്. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെൺ